കഴിഞ്ഞ ദിവസം വന്ന ഒരു ചോദ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വീഡിയോ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ ബാങ്കുകൾ അക്കൗണ്ട് ഉണ്ട്. എന്നാൽ പുതിയൊരു ബാങ്ക് അക്കൗണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് ബാങ്കുകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് പുള്ളിക്ക് കിട്ടണം. ഒരു എമർജൻസി ഫണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് നോക്കുന്നത്. അപ്പോൾ നോർമൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശരാശരി 2% മുതൽ 4% വരെയാണ്. എന്നാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്താണ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട്? ഏതൊക്കെയാണ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട്? എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്? അവരുടെ സർവീസുകൾ എന്തൊക്കെ? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ നമുക്കറിയാം. സ്മോൾ ഫിനാൻസ് ബാങ്ക് ആകാം, കൊമേഴ്ഷ്യൽ ബാങ്കുകളാവാം. അതിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്നത്. പേയ്മെൻറ്റ്സ് ബാങ്ക് 2014-15 കാലഘട്ടത്തിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഗ്രാമീണ മേഖലകളിലേക്ക് കൂടുതൽ ബാങ്കിങ് സർവീസുകൾ എത്തിക്കുക, ഡിജിറ്റൽ ബാങ്കിങ് സർവീസുകൾ എത്തിക്കുക എന്നതാണ് ഒന്നും കൂടി എടുത്തു പറയാൻ സാധിക്കുന്നത്. കാരണം ഇവർക്കൊന്നും തന്നെ ബ്രാഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. ഇവയെ തമ്മിൽ വേറിട്ട് നിർത്തുന്നത് മറ്റ് ബാങ്കുകൾ എങ്ങനെയാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകൾ എന്ത് സർവീസാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്? സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, പ്ലസ് അതോടൊപ്പം തന്നെ ലോണുകളുണ്ട്, ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഹോം ലോൺ, പേഴ്സണൽ ലോൺ, ഇങ്ങനെയുള്ള ധാരാളം ലോണുകളുണ്ടാകും, ക്രെഡിറ്റ് കാർഡുകളുണ്ട്. എന്നാൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കേസ് കേട്ട് പറയുന്ന സമയത്ത് ഇവർ ഒരു തരത്തിലും ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ, ക്രെഡിറ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ RBI ഇവരെ അനുവദിക്കുന്നില്ല. മറിച്ച് ഇവർക്ക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമാണ് സാധിക്കുന്നത്. പ്ലസ് അതോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂ ആഡഡ് സർവീസുകളുമാണ് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആഡഡ് സർവീസ് എന്ന് പറയുമ്പോൾ UPI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലുകൾ, ബ്രോഡ്ബാൻഡ് ബില്ലാകാം, ടെലിഫോൺ ബില്ലാകാം, മൊബൈൽ റീചാർജുകളാകാം, വാട്ടർ ബില്ലാകാം, ഇങ്ങനെയുള്ള പേയ്മെൻറ്റുകൾ ചെയ്യാനെല്ലാം തന്നെ ഇതിനകത്ത് സജ്ജീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂ ആഡഡ് സർവീസ് മാത്രമാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പേയ്മെൻറ്റ്സ് ബാങ്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കുകളുണ്ട്, എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ട്, ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ NSDL പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് ബാങ്കുകൾ ഒട്ടനവധി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ നിന്നും എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിനെ വേറിട്ട് നിർത്തുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 7% ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഒരു വർഷം 7% ഇൻട്രസ്റ്റ് റേറ്റ്. അതേപോലെ തന്നെ വിത്തിൻ മിനിറ്റ്സുകൾ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഇതിനകത്ത് നൽകുന്നുണ്ട് 1,00,000 രൂപയുടെ. ഇത് നമുക്ക് സൗജന്യമായി ലഭിക്കും. വെർച്വൽ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യാം. ഇതെല്ലാം തന്നെ നമുക്ക് ഇതിലൂടെ ചെയ്യാനും സാധിക്കും എന്നതാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ക്യാഷ് ചെറുതായിട്ടെങ്കിലും മിച്ചം പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് മിച്ചം പിടിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് ബാങ്കുകളിൽ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ UPIയിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. കാരണം ഇതിനകത്ത് UPI ഉണ്ട്. അപ്പോൾ UPI ID യിൽ നിന്ന് മറ്റൊരു UPIയിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം, ക്യാഷ് സേവ് ചെയ്യുകയും ചെയ്യാം. ശരാശരി 7% ഇൻട്രസ്റ്റ് ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് പറഞ്ഞു വരുമ്പോൾ ഒരു FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും, റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ. പ്രത്യേകിച്ച് കൺട്രോളുമില്ല. ലിമിറ്റ് എന്ന് പറയുന്നത് 2,00,000 രൂപ വരെ മാത്രമാണ് ഇതിനകത്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു ലിമിറ്റേഷൻസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. നിങ്ങൾക്ക് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.